ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ജയകുമാറാണ്. ഇന്നേ എൻ്റെ വീട്ടിലൊരു വിശേഷമുണ്ട്. എൻ്റെ മകളെ പ്രായം അറിയിച്ച് 7-ാം നാളാണ് കുളിച്ച്. അപ്പം എൻ്റെ വൈഫിനൊരാഗ്രഹം നമുക്കൊന്ന് ആഘോഷിക്കാവുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഇറങ്ങിയതാണ്. രാവിലെ മുറുക്കാൻ വെച്ചു. മോളെ കാലിലും കൈയെല്ലാം മൈലാഞ്ചിയൊക്കെ ഇട്ട് പലഹാരങ്ങളെല്ലാം നിരത്തി ഇങ്ങനെ വെച്ച് എല്ലാം റെഡിയാക്കി വെച്ച് അത് വിളക്കത്തും വെച്ച് പിന്നെ മകളെയും കൊണ്ടുപോയി കുളിപ്പിക്കാനായിട്ടുള്ള ഇത് തുടങ്ങി. എല്ലാവരോടും കൂടി കുളിപ്പിച്ച് അവളെ ഒരുക്കി അവളെ വൃത്തിയാക്കി. ഇങ്ങനെ ചടങ്ങൊന്നും ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. നമ്മളാദ്യമായിട്ടാണ് കേട്ടോ. പല രീതിയിലാണ്. 6 or 7 എന്താ പറയുന്നത്, മഞ്ഞൾ വെള്ളം, തേങ്ങാ വെള്ളം, കരിക്കും വെള്ളം, 6 or 7 വെള്ളത്തിലാണ് അവളെ അതിനകത്തവരെ കുളിപ്പിച്ച് വളയൊക്കെ ഇട്ട് അവളെ നല്ലൊരു മണവാട്ടിയൊക്കെ ഒന്നോട് ഒരുക്കി അടിപൊളിയാക്കി. ഇങ്ങനെ ഞങ്ങളങ്ങ് ആഘോഷിക്കുവാണ്. ഇന്നത്തെ ആഘോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അത് വലിയ സന്തോഷമാണ്. എൻ്റെ വൈഫിനും വലിയ സന്തോഷമാണ്. അവളാണ് പറഞ്ഞത് നമുക്കിങ്ങനെ ചടങ്ങൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നടത്താവുന്നത്. ഞാനിപ്പോൾ എൻ്റെ മകൾക്ക് വേണ്ടിയില്ല, ഞാൻ തീർച്ചയായിട്ടും നടത്തിയേക്കണം. നമ്മളന്നേരെ ചാടി വീഴുകയോ അന്നേരെ പോയി എന്താ പറയുന്നത്, സന്തോഷം കൊണ്ടൊന്നും പറയാൻ തോന്നുന്നില്ല. എന്നാലും എല്ലാവരോടും പറഞ്ഞു, വേണ്ടപ്പെട്ട എല്ലാവരോടും പറഞ്ഞു. നമ്മുടെ അയലോക്കത്തെ എല്ലാവരും ഒന്നും പറഞ്ഞില്ല, അയലോക്കത്തെ ഒഴിയാൻ വെക്കാത്ത ഒരു 4-5 വീട് പറഞ്ഞു. എല്ലാവരും വന്നു. കുഞ്ഞിൻ്റെ അപ്പച്ചന്മാർ വന്നു, വല്യമ്മമാർ വന്നു, വല്യച്ഛൻ വന്നു. എന്ന് വെച്ചാൽ എൻ്റെ ചേട്ടനും എൻ്റെ ചേട്ടന്മാരെ അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വൈഫിൻ്റെ കുഞ്ഞമ്മ, അവരുടെ മക്കളെ, അവിടെ എൻ്റെ മോടെ ചേട്ടത്തിനെല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. സൂപ്പറായിട്ട് ആഘോഷിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ വലിയ സന്തോഷമുള്ളത്. അത് ഞാനും വിചാരിച്ചു വൈകാതെ നോക്കി ഞങ്ങൾ ആർമാദിക്കല്ലേ, ആർമാദിക്കുന്ന വളരെ ആർമാദിക്കും. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാനും ചെയ്യുക. എൻ്റെ മകളുടെ കല്യാണത്തിനെ പോലെ അവിടെ അവിടെ അമ്മൂമാരും അപ്പച്ചമാരും കുഞ്ഞമ്മമാരും കൊച്ചമ്മൂമാരും എന്ന് വേണ്ട ലേഡീസ് എല്ലാം കൂടെ അങ്ങ് കൂടി അവളെ അങ്ങ് ഒരുക്കി അടിപൊളിയാക്കി അങ്ങ് ചൊരുക്കി സുന്ദരി കുട്ടിയാക്കി ഞങ്ങൾ റെഡിയാക്കി ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെ ഇങ്ങനെ ഒരു ചടങ്ങ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കറിയില്ല ഇങ്ങനെ ചടങ്ങൊക്കെ ഉണ്ട്. എന്നോട് പറഞ്ഞു, ചേട്ടാ ഇതേപോലെ കുഞ്ഞ് പ്രായം അറിയിച്ചു, 7-ാം നാൾ നമുക്ക് എന്തെങ്കിലും ചടങ്ങ് പോലെ നടത്തണം. ഞാൻ പറഞ്ഞു വേണ്ടാടി, അത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. അത് വേണ്ട, നമുക്കത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ഇത് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ അയലോക്കത്തുള്ള ആൾക്കാരെ എല്ലാം വിളിക്കല്ലേ, അവരെ വിളിക്കണം, നമ്മൾ വേണ്ടപ്പെട്ടവരെ വിളിക്കണം. അപ്പോൾ അവരൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ ആഗ്രഹിച്ചുള്ള ഇതാണെന്ന് വിചാരിക്കുമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞു വേണ്ട. അപ്പോൾ ബൈക്ക് വന്നാലൊന്നും വേണ്ട, അവർക്കതൊന്നും തോന്നിച്ചില്ല, നമുക്കത് വേണ്ട. നമുക്ക് എന്തായാലും ഇതൊന്നും ആഘോഷിക്കണം. നമ്മുടെ വീട്ടിലുള്ളവരെ വിളിക്കാം. നമ്മുടെ വീട്ടിലുള്ളവരെ വിളിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ അയലോക്കാരെ എല്ലാവരും വിളിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിലെ ആദ്യത്തെ ഒരു ആഘോഷമല്ലേ, എൻ്റെ മകൾക്ക് വേണ്ടിയുള്ള ഒരാഘോഷം. ഞങ്ങളങ്ങ് ആർമാദിച്ചു. ആർമാദിച്ചെന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ നിങ്ങൾ കണ്ടോളൂ. ഇതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ടൊന്നും വീഡിയോ പിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ കഴിയുന്ന പോലും പിടിച്ചിട്ടുണ്ട്. ഇതങ്ങനെ ഒരു എന്താ പറയുക, വലിയ ആലോചനയൊന്നും ഇല്ലാതെ തുടങ്ങിയത്. ഞാനാ പറഞ്ഞത് നമ്മുടെ വീട്ടിൽ നമുക്ക് മാത്രം അപ്പൂപ്പനെ അമ്മൂമ്മയും കുഞ്ഞിൻ്റെ അപ്പൂപ്പനെ അമ്മൂമ്മയും നമ്മളും അവരൊക്കെ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊക്കെ മതിയെന്ന് പറഞ്ഞാൽ തുടങ്ങി. പക്ഷേ വിളിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവരും എല്ലാം അവർക്കെല്ലാം ഒരു സന്തോഷമായി. എല്ലാവരും വന്നു. കുഞ്ഞിന് പലഹാരങ്ങളും പലഹാരങ്ങളൊക്കെ എന്തൊക്കെയോ ഒരിത് എന്തൊക്കെയാണെന്ന് പറയാൻ പോലും അറിയില്ല. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാവരും നമ്മൾ കളിച്ചിട്ടേ എല്ലാവരും മുന്നോട്ട് മധുരം കൊടുക്കുന്നു, കൊടുക്കുന്ന എല്ലാം ഉണ്ട്. എല്ലാം അടിപൊളിയായിട്ട് ഞങ്ങളെ ആഘോഷിച്ചു. എന്താ പറയുന്നത്, ഇങ്ങനെ ഒരു ആഘോഷം ഇല്ലല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമാണ്. അമ്മമാരും അടുത്തൊന്നും അല്ല കേട്ടോ. അവളോ ഓക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര സന്തോഷം, അടിപൊളി. എനിക്കറിയില്ല എന്താ പറയുന്നത്. ഞങ്ങൾ പിന്നെ വീട്ടുകാരെന്താ ഞങ്ങൾ ചേട്ടനീമാരെല്ലാം കൂടാനായിട്ടുള്ള ഇതിലാണ് ചെയ്യുന്നത്. എല്ലാവരുമായിട്ട് കൂടി എല്ലാവരും വന്നു. നാട്ടുകാർ, നമ്മുടെ അയൽവക്കത്തുള്ളവരെല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ബിരിയാണിക്ക് ഓർഡർ ചെയ്തു. അതൊരു 10-11 മണിയായപ്പോഴത്തേനും അന്നത്തെ ചടങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ എല്ലാവരും
കൂടി ഒരു ഫോട്ടോയൊക്കെ എടുത്ത് എന്താ പറയുന്നത്, അന്നത്തെ ദിവസം ഇവിടെ ഒരു രാത്രി 9 മണി വരെ, രാവിലെ 8 മണിയാകുമ്പോൾ തുടങ്ങുന്നത് 9 മണി വരെ അടികൂടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഭാര്യയുടെ അനിയത്തിയുടെ കുഞ്ഞു വന്നു, അവൻ്റെ വകയിൽ ഡാൻസ് അങ്ങ് നടന്നു. എന്ന് വേണ്ട എനിക്കറിയത്തില്ല എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ. എന്തായാലും അടിപൊളിയായിട്ട് സെറ്റായി. അങ്ങനെ എന്താ പറയുന്നത്, അങ്ങനെ പ്രസൻറ്റേഷൻ ഒരു ഗ്രൂപ്പാണ്. ഞാനും പോയി കയ്യിലുള്ള കാശിൻ്റെ അനുസരിച്ച് ഒരു കുറച്ച് സ്റ്റേജൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അവർക്കുള്ള പ്രസൻറ്റേഷൻ ഭയങ്കര സന്തോഷമായി. അവർക്ക് എന്താ എനിക്കറിയില്ല, അവിടെ ആ മുഖത്തെ സന്തോഷം കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നടന്നു. അവരുടെ ഇതിനൊക്കെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എന്താ പറയുന്നത്, എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഇത് പറയുന്ന എല്ലാം എന്താ തെറ്റുകുറ്റങ്ങളൊക്കെ വരും. എന്നാലും എല്ലാവരും ക്ഷമിക്കുക. ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു, കാണിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് ബൈബിൾ പറഞ്ഞ് ഇട്ടേക്കാൻ അങ്ങനെ വിടുക. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ.